എന്തായാലും നമുക്ക് അവരുടെ ഒരു പ്രതികരണം അവരുടെ ഒരു പോലീസ് എന്താണ് ഒരു പ്രാഥമികമായി പരിശോധനയ്ക്ക് ശേഷം പറയുന്നതെന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പൊട്ടിയത് ബോംബാണ്. കാരണം ബോംബിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഇവിടെ പുറത്ത് അല്ലാതൊരു സാധ്യതയും നാട്ടുകാർ പറയുന്നില്ലല്ലോ. കാരണം അവിടെ പടക്ക ബിസിനസ്സോ അല്ലെങ്കിൽ അത് നിർമ്മാണത്തിന്റെ സ്ഥലമോ റെസിഡൻഷ്യൽ ഏരിയയിലൊന്നും അങ്ങനെ സ്ഥലം കൊടുക്കില്ലല്ലോ, ഇല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ അല്ലെ? ഇല്ല, തീർച്ചയായും ഇല്ല. കാരണം അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. കാരണം ഈ വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ പല ഭാഗങ്ങളിലേക്കായി ചിതറിത്തെറിച്ച് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഒപ്പം അതിനൊപ്പം തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ബോംബിന് സമാനമായിട്ടുള്ള തരത്തിലുള്ള വലിയ സാമഗ്രികളൊക്കെ പൊട്ടിത്തെറിച്ചതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഈ റോഡിന്റെ ഭാഗത്തൊക്കെ ചിതറിത്തെറിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും പോലീസ് മുകളിലേക്ക് കയറി വീടിനുള്ളിലേക്ക് കയറി പരിശോധന നടത്തിയിട്ടില്ല, ആരംഭിച്ചിട്ടില്ല. എന്തായാലും നിലവിലിപ്പോ ഈ റോഡിന് താഴെ നിന്നിട്ട് മാത്രമാണ് നമുക്ക് ഇത് പോലീസും ഒരു പരിശോധനയൊക്കെ നടത്തുന്നത്. അവിടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. കാരണം ഉള്ളിലേക്ക് കയറിയാൽ ഇതിന്റെ ഭാഗങ്ങൾ എപ്പോഴെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ശ്രീരാമകൃഷ്ണൻ ചേരുന്നുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ശ്രീരാമകൃഷ്ണൻ, താങ്കൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ഇതിപ്പോ വാടക കൊടുത്തൊരു വീടാണ്. നമ്മുടെ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞ ഒരാളെ വീടാണ്. വാടക എടുത്തിട്ടുള്ളത് ഇപ്പോൾ പ്രാദേശികമായിട്ട് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് പള്ളിക്കുന്നിൽ താമസിക്കുന്ന ഒരാള് വാടക എടുത്ത് മറ്റുള്ളവർക്ക് ആർക്കോ അവര് തിരിച്ചു മറിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അവരെ കുറച്ച് കൂടുതൽ. അതായത് അവിടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണോ താമസിക്കുന്നത്? അല്ലല്ല, നാട്ടിലുള്ളവരല്ല. ഓക്കെ. ഈ നേരത്തെ പറഞ്ഞ ആളാണ്. ആർക്കാണ് ഈ ഗോവിന്ദ മാസ്റ്റർ കൊടുത്തത്? ആർക്കാണ് ഗോവിന്ദ മാസ്റ്റർ കൊടുക്കുന്ന? ഒരു ബിനീഷ് അങ്ങനത്തെ പേരിലുള്ള ഒരാളാണ്. ഓക്കെ. നേരത്തെ അയാൾ താമസിച്ചിരുന്നത് പറയുന്നുണ്ട്. ഓക്കെ, അവരാണ് ഇത് തൊഴിലാളികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഇവിടെ പ്രാദേശികമായിട്ടുള്ളവർക്ക് ആർക്കും അറിയില്ല ഇവിടെ ആരാ താമസിക്കുന്നത്. ഓക്കെ. അത് കുറെ കാലമായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലമാണോ? കുറച്ചു കാലമായി തോന്നുന്നു. കൂടുതലായിട്ടുള്ള പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വന്നു. താങ്കൾ ആ പ്രദേശത്താണോ താമസം? അല്ല, ഞാൻ എന്റെ അടുത്ത വാർഡിലാണ്. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ്? അവിടെ അവർക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. ആരാണ് താമസിച്ചത് എന്താണെന്നൊന്നും അറിയില്ല. വാടകക്കാരോ താമസിക്കുന്നുണ്ട്. ഇതിപ്പോ ഇതിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? പടക്കം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ടൊന്നും കരുതാൻ പറ്റില്ലല്ലോ അല്ലെ? പറയാൻ കഴിയില്ല. കാരണം വീട് പൂർണ്ണമായിട്ട് ഏതാണ്ട് തകർന്നിട്ടുണ്ട്. അതിന്റെ ഇതിന്റെ അവശിഷ്ടങ്ങളെല്ലാം വീടിന്റെ കല്ല് ഉൾപ്പെടെ റോഡ് പോലെ വന്ന് കിടക്കുന്നുണ്ട്. അതാണ് 10-50 മീറ്റർ ദൂരത്തിൽ. അപ്പൊ അത്ര ആഘാതം ഉണ്ടായിട്ടുണ്ട്. അതിനടുത്ത വീടിന്റെ ഒക്കെ ഓട് കുറച്ച് താറാറ് സംഭവിച്ചില്ല. അടുത്ത 2-3 വീടുകളില്ലേ? ആർക്കും അറിയില്ലേ? റോഡിന്റെ താഴെയുള്ളൂ, മേലോട്ട് വീടില്ല. കുന്നിന്റെ സൈഡാണ്, ഒരു കുന്നിൻ ചെരിവാണ്. അല്ല, ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കും പ്രത്യേകിച്ച് തൊഴിലാളികളെ, അതും അതിഥി തൊഴിലാളികളൊക്കെ ആണെങ്കിൽ പഞ്ചായത്തൊക്കെ അറിയേണ്ട. പഞ്ചായത്ത് അറിയാമെന്നറിയില്ല. കാരണം ഇത് അവര് നേരിട്ട് വാടക എടുത്തതല്ല. ഈ പള്ളിക്കുന്നുള്ള ഒരാള് നേരത്തെ ഇതുപോലെ പ്രശ്നമുണ്ട്, ഒരാള് വാടക എടുത്തു കൊടുത്താണെന്നാണ് പറയുന്നത്. ഓക്കെ. ഈ പണിക്കാരെ കൊണ്ടൊക്കെ താമസിപ്പിക്കുന്ന വീടുകളെ പോലെ പണിക്കാരാണോ എന്നറിയില്ല. ഇത് പൊതുവേ ഒരു സമാധാനമുള്ള ഒരു ഏരിയ അല്ലേ? ഇവിടെ നേരത്തെ ഇങ്ങനെ ഈ ഭാഗത്തൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നേരത്തെ. ഇതൊന്നും അറിയില്ല. നമ്മള് രാവിലെ വന്നു. മനസ്സിലായി. അതുകൊണ്ട് പോലീസിനും ആരും ഇപ്പൊ കടക്കുന്നില്ല അല്ലെ? കാരണം അപകടം എങ്ങനെയാന്ന് അറിയില്ലല്ലോ. വീട്ടിനടുത്തേക്ക് ആരും കടക്കുന്നില്ല. കാരണം എന്നും സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. പോലീസിന് ഒരു നിഗമനം ഉണ്ടോ എത്ര ആളുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്? കാരണം ഒരു മൃതദേഹാവശിഷ്ടമൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. 1-2 പേരുണ്ടെന്നുള്ളതാണ് ഇപ്പൊ സംശയം, നാട്ടുകാരുടെ സംശയം. ഓക്കെ, ശരി, നന്ദി ശ്രീ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അവിടെ വലിയ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. ബോംബ് സ്ഫോടനം പോലെ ഒരു സ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് പോലീസ് കൺഫേം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോയി പരിശോധിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. കാരണം സ്ഫോടനം നടന്ന സ്ഥലമാണ്. ഫയർ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇനിയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങോട്ട് പോലീസോ ഫയർഫോഴ്സോ ഒന്നും കടക്കുന്ന സാഹചര്യമില്ല.